ഗുഡ് മോർണിംഗ്. വെബിനാറിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ആഴ്ച ആകുന്നു വെബിനാറിൻ്റെ ലാസ്റ്റ് എപ്പിസോഡ്. അതിനിടയിൽ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനും ഒക്കെ ആയിട്ട് 2 വർക്കിംഗ് ഡേയ്സും ഒരു അസസ്മെൻറ്റ് ഡേയും നമുക്ക് നഷ്ടമായിട്ടുണ്ട്. 2 വർക്കിംഗ് ഡേ വരാനുള്ള കാരണം ഒന്ന് 8th ഇലക്ഷൻ്റെ ഡേ ആയിരുന്നു. അതിൻ്റെ തലേ ദിവസം 7th പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് പോളിംഗ് സ്റ്റേഷൻ ആയത് കാരണം ഒഫീഷ്യൽസ് വരുന്നത് കൊണ്ട് നമുക്ക് സ്കൂളിൽ റെഗുലറായി നടക്കുന്ന വർക്കുകൾ അതേപോലെ തന്നെ പോകാൻ പ്രയാസമായി വന്നു. അങ്ങനെ മൺഡേ ട്യൂസ്ഡേ അവധിയായി. വെനസ്ഡേ നമ്മുടെ മീറ്റിങ്ങുകൾ നടന്നു. 1, 3, 5, 7, 9 ക്ലാസ്സുകളിലേക്കുള്ള ഇൻട്രാക്റ്റീവ് മീറ്റിങ്ങുകൾ നടന്നു. അതേസമയം ഈ 2 ദിവസം തുടർച്ചയായി ക്ലാസ്സുകൾ ഇല്ലാതിരുന്നത് കൊണ്ട് അതനുസരിച്ചൊരു അസസ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത് ഭംഗിയാകില്ല എന്നുള്ളത് കൊണ്ടും കുട്ടികളുമായിട്ടുള്ള റെഗുലർ കോണ്ടാക്റ്റ് ഒന്ന് തടസ്സപ്പെട്ടിട്ട് സാറ്റർഡേ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ 4 ഡേയ്സ് ആകുന്നു. അത് കാരണമാണ് നമ്മൾ വെനസ്ഡേയിലെ റെഗുലർ അസസ്മെൻ്റ് ഒന്ന് മാറ്റിവെച്ചത്. ഒപ്പം തന്നെ മോർണിംഗ് അസംബ്ലിയും മുടക്കപ്പെടുന്നു. അതെന്തോ ഒരു അൺഎക്സ്പെക്റ്റഡ് അവധിയായിരുന്നല്ലോ, മഴയുടെ. അതും രാത്രി 11 മണിയോട് അടുപ്പിച്ചാണ് ആ ഒരു അറിയിപ്പ് കിട്ടുന്നത്. അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെൻ്റ് ആയതുകൊണ്ടും ഈവൻ കുട്ടികളുടെ ഇലക്ട്രോണിക് ഗാഡ്ഗറ്റ്സ് ഉൾപ്പെടെ എല്ലാം ഓഫ് ചെയ്ത് വെക്കണമെന്നും മറ്റുമുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് വളരെ അപ്രതീക്ഷിതമായി ഫ്രൈഡേയിലെ ക്ലാസ് പോയി. അപ്പോൾ ഫ്രൈഡേ അങ്ങനെ പോയി. സാറ്റർഡേ, സൺഡേ നോർമൽ ഹോളിഡേയ്സ്, മൺഡേ, ട്യൂസ്ഡേ. ഇപ്പോൾ ഓൾമോസ്റ്റ് 5 ഡേയ്സിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ വെനസ്ഡേ നാച്ചുറലി ഇൻട്രാക്റ്റീവ് മീറ്റിംഗ് മാത്രം മതിയെന്ന് വിചാരിച്ചു, അസസ്മെൻ്റ് ഒഴിവാക്കി. ഈ ഇലക്ഷനും മറ്റ് ചില കാരണങ്ങളാലും യോഗ സാറിന് ചില അസൗകര്യങ്ങളുണ്ടായതുകൊണ്ട് അദ്ദേഹം ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു. ഇപ്പം പബ്ലിക്കുമായി റെഗുലറായിട്ടുള്ള കോണ്ടാക്റ്റുള്ള ഒരാൾ സ്കൂളിൽ യോഗയ്ക്ക് വേണ്ടി ആ സമയത്ത് വരണ്ട എന്നുള്ളത് കൊണ്ടാണ് യോഗ നിർത്തിവെച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ ക്രിസ്മസും അതോടനുബന്ധമായ അവധികളുമാണ്. ഇലക്ഷൻ്റെ റിസൾട്ട് 16-ാം തീയതി വരെയാകും. സ്വാഭാവികമായും അതോടനുബന്ധമായും അദ്ദേഹത്തിൻ്റെ ചില കോണ്ടാക്ട്സൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ അതുകൊണ്ട് ജനുവരി ആദ്യത്തെ വെനസ്ഡേ മുതൽ ആയിരിക്കും യോഗ സ്റ്റാർട്ട് ചെയ്യുന്നത്. യോഗ ഇനി മുതൽ വെനസ്ഡേയ്സ് ആയിരിക്കും. വെനസ്ഡേ മോർണിംഗ് 7 to 7:45, 3 to 10 സ്റ്റുഡൻസിനും അതോടൊപ്പം 8 to 8:30 LKG to സ്റ്റാൻഡേർഡ് 2 സ്റ്റുഡൻസിനുമായിട്ട് വെനസ്ഡേ മോർണിംഗ് തന്നെ യോഗ ക്ലാസ്സസ് ആരംഭിക്കും. അപ്പോൾ ജാനുവരിയിൽ 6-ാം തീയതിയാണെന്ന് തോന്നുന്നു ആദ്യത്തെ വെനസ്ഡേ. അങ്ങനെ ആയിരിക്കും തുടങ്ങുന്നത്. ഇപ്പം നമ്മുടെ സ്കൂളിലെ ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഗ്രൗണ്ടിൻ്റെ ലെവലിങ്ങും ഗ്രൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രെയിനേജ് ഫെസിലിറ്റീസും അതോടനുബന്ധമായി തയ്യാറാക്കിക്കൊണ്ടിരുന്ന ഗാർഡനും ഏകദേശം തീർന്നു എന്ന് വേണേൽ കരുതാം. നമുക്ക് ഈ ഗ്രൗണ്ടിൻ്റെ ഡെവലപ്മെൻറ്റ് കറക്റ്റായിട്ട് കാണണമെങ്കിൽ രക്ഷകർത്താക്കൾക്ക് സമയം കിട്ടുമ്പോൾ സ്കൂളിൽ ഒന്ന് വന്ന് നോക്കിയാൽ അറിയാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഒരു പക്ഷേ ഒരു ഏറിയൽ വ്യൂ കാണാവുന്ന രീതിയിൽ ഈ വെബിനാറിൽ തന്നെ അവസരം ഉണ്ടാവും. അത് നിങ്ങൾക്ക് കാണാം. ഒപ്പം തന്നെ സമയം കിട്ടുന്നെങ്കിൽ ഗ്രൗണ്ടിൽ ഒന്ന് വന്ന് നോക്കുക. നമ്മളുടെ പ്രോപ്പർട്ടി എന്തുമാത്രം ലെവൽ ചെയ്തു, ഏതൊക്കെ തരത്തിലാണ് അവിടുത്തെ ഡ്രെയിനേജ് ഫെസിലിറ്റീസ് ഡെവലപ്പ് ചെയ്തത്, ഒപ്പം തന്നെ കോമ്പൗണ്ട് വാളിലൂടെ അതിൻ്റെ സുരക്ഷിതത്വത്തിലേക്ക് വന്നു, ഒപ്പം തന്നെ അതിന് ചുറ്റോട് വന്നിരിക്കുന്ന ഒരു ഗാർഡൻ. ഇത്രയും കാര്യങ്ങളുടെ വർക്കാണ് ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് എന്നുള്ള സ്റ്റേജിലേക്ക് നിൽക്കുകയാണ്. അതിൻ്റെ ഒരു വിഷ്വൽസ് നിങ്ങൾക്ക് കാണാം.
തുടർന്ന് നമ്മളുടെ അടുത്ത പ്രോജക്റ്റ് എന്ന് പറയുന്നത് മിയാവാക്കി ഫോറസ്റ്റാണ്. ഞാൻ കഴിഞ്ഞ 2 വെബിനാറിലൂടെയും നിങ്ങളോട് പറഞ്ഞിരുന്നു മിയാവാക്കി ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യം. ജപ്പാൻ മാതൃകയിലുള്ള ഒരു സാമൂഹിക വനവൽക്കരണമാണ് നിർമ്മിത വനം എന്ന് പറയും. നമ്മൾ അതിനുവേണ്ടി ഏകദേശം 1 മീറ്ററോളം ആഴത്തിൽ അവിടെ സ്പേസിൽ മണ്ണ് മാറ്റി അവിടെ കോമ്പൗണ്ട് മിശ്രിതം അതിനകത്ത് നിറയ്ക്കുന്നു. അതായത് ചാണകപ്പൊടി, ചകിരിച്ചോറ്, മറ്റ് ജൈവവളങ്ങൾ ഒക്കെ ഇട്ട് നിറച്ച് അതിനകത്താണ് ഈ പ്ലാന്റേഷൻസ് നടക്കുന്നത്. ഒപ്പം തന്നെ ഒരു വ്യത്യസ്തമായ ഒരു ശൈലിയിലാണ് ഗായത്രി ഈ പറയപ്പെടുന്ന മിയാവാക്കി ഫോറസ്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ മിയാവാക്കി ഫോറസ്റ്റിൻ്റെ നടുഭാഗത്തായിട്ട്, ഒത്ത മധ്യഭാഗത്തായിട്ട് സാമാന്യം ഏകദേശം ഒരു 6 മീറ്റർ ഡയമീറ്ററുള്ള ഒരു കുളം ഉണ്ടാവും. അതിനകത്ത് ഒരു 250 മത്സ്യങ്ങൾ, അലങ്കാര മത്സ്യങ്ങളായിരിക്കും, വലിയ സൈസ്, കുഞ്ഞുങ്ങൾക്ക് കാണാൻ. അപ്പോൾ അത് ചേർന്ന ഒരു ആവാസ വ്യവസ്ഥ വെള്ളത്തിലുണ്ടാകും. അതിന് ചുറ്റും കുട്ടികൾക്ക് നടന്ന് കാണാവുന്ന ഒരു പാസേജും അതിൻ്റെ 2 വശങ്ങളിലായിട്ട് കിഴക്കും പടിഞ്ഞാറുമായിട്ട്, ഇത് തെക്ക് വടക്കായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതിൽ കിഴക്ക് പടിഞ്ഞാറായിട്ടുള്ള ഭാഗത്ത് 2 ക്ലാസ് റൂം, അതായത് നമ്മുടെ ഓപ്പൺ എയർ ക്ലാസ് റൂംസ് നമ്മളിവിടെ വെളിയിൽ ചെയ്തിട്ടുണ്ട്. മരത്തിൻ്റെ തണലിൽ ചെയ്തേക്കുന്നത് പോലെ 2 ക്ലാസ്സുകൾ, ഏകദേശം 32 സ്റ്റുഡൻസിന് ഇരിക്കാവുന്ന രീതിയിലൊരു സംവിധാനം 2 വശങ്ങളിലായിട്ട്. അപ്പോൾ ഒരേ സമയം കാടിനകത്ത് തന്നെ മഴയില്ലാത്തപ്പോൾ 2 ക്ലാസ് റൂംസ്, അല്ലെങ്കിൽ അതിനകത്ത് വിശ്രമിക്കാനോ അല്പസമയം ചെലവഴിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഒരുക്കുന്നുണ്ട്. ഇപ്പോൾ ചുറ്റും കാടും അതിനകത്ത് ഇങ്ങനെ സ്വസ്ഥമായി ഇരിക്കണമെന്നോ എന്തെങ്കിലും വായിക്കണമെന്നോ ഒക്കെ ആഗ്രഹമുള്ളവർക്കും രക്ഷകർത്താക്കൾക്ക് ഉൾപ്പെടെ വന്നാൽ വല്ലപ്പോഴും ഒക്കെ അതിൽ വിശ്രമിക്കാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനവും, ഒപ്പം തന്നെ മലയാളം, ഇംഗ്ലീഷ്, അതേപോലെ ഹിന്ദി, ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ആക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ഇതൊക്കെ ഇതിൽ വെച്ച് കൈകാര്യം ചെയ്യാവുന്ന രീതിയിലാണ്. അതൊരു പക്ഷേ മിയാവാക്കി ഫോറസ്റ്റിൻ്റെ തന്നെ ചരിത്രത്തിലാദ്യമാണെന്ന് അതിൻ്റെ ഡയറക്ടർ ഹരിസാർ പറഞ്ഞു. കുളം അവർ ഇതിനോടനുബന്ധമായി മാറ്റി ചെയ്യാറുണ്ട്, പക്ഷേ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന രീതി ഇതാദ്യമാണ്. ഏകദേശം 10 സെൻറ്റ് സ്ഥലം നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു. ഫോറസ്റ്റ് തന്നെ 7 സെൻറ്റ് സ്ഥലത്ത് വരും. അതിനോടൊപ്പം അതിൻ്റെ മറ്റ് ചുറ്റോടുള്ള പാസേജും എല്ലാം കൂടെ വരുമ്പോൾ 10 സെൻറ്റ് സ്ഥലമാണ് നമ്മൾ മിയാവാക്കി ഫോറസ്റ്റിന് വേണ്ടി കരുതിയിരിക്കുന്നത്. 2 വർഷമായി നമ്മളുടെ മനസ്സിലുള്ള ഒരു പ്രോജക്റ്റാണ്. അപ്പം കൊറോണയോടനുബന്ധമായി വന്നിരിക്കുന്ന ഈ സമയം സാമ്പത്തിക പരിമിതികളൊക്കെ ഉണ്ടെങ്കിലും വലിയ ഒരു സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ മിയാവാക്കി ഫോറസ്റ്റ് എന്നുള്ള ഞങ്ങളുടെ ഒരു വലിയ സങ്കല്പം നടപ്പാക്കുന്നത്. അതിൻ്റെ ഡെവലപ്മെൻറ്റ് നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. അത്ര വേഗത്തിലായിരിക്കും അത് വളരുന്നത്. ആ മരങ്ങൾ വെക്കുന്നത് 10 മാസം കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് 10 മീറ്ററോളം വളരുമെന്നാണ് പറയുന്നത്. അപ്പോഴത്തേക്ക് അടുത്ത അക്കാഡമിക് ഇയറിൻ്റെ ആദ്യം തന്നെ ഇത് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാൻ ഒക്കുന്ന രീതിയിലേക്ക് ഇതിൻ്റെ വൃക്ഷങ്ങൾ വളരും, തണൽ തരത്തക്ക രീതിയിൽ വളരും. ഇപ്പോൾ തന്നെ അതിൻ്റെ ഫൗണ്ടേഷനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൈമറി വർക്കുകൾ കഴിഞ്ഞു. അത് ഈ ഗ്രൗണ്ട് കാണുന്നതിനിടയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗ്രൗണ്ടിൻ്റെ വിഷ്വൽസ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു എൻഡിലായിട്ട് അതിൻ്റെ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചിത്രം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറയാനുള്ളത്, ഫസ്റ്റ് മോഡൽ പ്രോജക്റ്റ് ഇൻ കേരള സ്റ്റേറ്റ്. അതെന്ന് പറയുന്നത് അതിൻ്റെ മോഡൽ വന്നിരിക്കുന്നത് കോക്കനട്ട് കൾട്ടിവേഷൻ ബൈ സ്റ്റുഡൻസ് എന്നുള്ള കോക്കനട്ട് ഫാമിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പദ്ധതി 2020 കേര നന്മ 2020 എന്ന് പറഞ്ഞ പ്രോജക്റ്റ് കഴിഞ്ഞ അക്കാഡമിക് ഇയർ തന്നെ നമ്മൾ ഇവിടെ അതിൻ്റെ ഇനാഗുറേഷൻ നടത്തിയിരുന്നു. ജനുവരി ആയിരുന്നു, ഫെബ്രുവരി ആയിരുന്നു? ജനുവരി മാസത്തിലാണ് ഇത് അനൗൺസ് ചെയ്തത്. ജനുവരി അവസാനം ഫെബ്രുവരി ആദ്യമായിട്ടാണ് ഈ പ്രോജക്റ്റ് ഗായത്രി സെൻറ്റർ സ്കൂളിൽ ഇനാഗുറേറ്റ് ചെയ്തത്. എങ്കിലും വെക്കേഷനോടുകൂടി അതിൻ്റെ ബാക്കി വർക്കുകൾ മുമ്പോട്ട് പോകാനിരിക്കുമ്പോഴാണ് കൊറോണയായത്. അത് കാരണം
ഓഫീസുകളെല്ലാം അടയുകയും CPCRI ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരും. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് സെൻറ്റർ ICAR ആണ് അതിൻ്റെ മെയിൻ ഓഫീസ്. ഒപ്പം തന്നെ സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CPCRI നമ്മുടെ കൃഷ്ണപുരം യൂണിറ്റാണ് അതിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടം വഹിക്കുന്നത്. ഒരു സംഘം ശാസ്ത്രജ്ഞന്മാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും അവരുടെ ഭാഗത്തു നിന്നുള്ള ഉപദേശത്തോടു കൂടിയുമാണ് ഈ പ്രോജക്റ്റ് നടക്കുന്നത്. ഇതൊരു സെൻട്രൽ ഗവൺമെൻറ് പ്രോജക്റ്റാണ്. ഇതിന് നമുക്ക് 50 സെൻറ്റ് സ്ഥലത്തിൽ കുറയാത്ത ഒരു പ്ലോട്ട് സ്കൂൾ പ്രൊവൈഡ് ചെയ്യണം. കുട്ടികൾക്ക് കേര കൃഷിയെ സംബന്ധിച്ചുള്ളതും ഒപ്പം അതിനിടയിലുള്ള ചില ഫലവൃക്ഷ കൃഷിയെ സംബന്ധിച്ചുള്ള വിശദമായ ഒരു പാഠം ഈ പറയപ്പെടുന്ന മോഡലിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്നതായിരിക്കും. ഒപ്പം തന്നെ ഇതിനകത്ത് നിന്ന് അവർ അത്യുൽപാദന ശേഷിയുള്ള കേര തൈകളും ഒപ്പം തന്നെ ഫലവൃക്ഷങ്ങളും ഒക്കെ അതിൻ്റെ തൈകളും ഒക്കെ വിതരണം ചെയ്യുന്നതിനും ഒക്കെയുള്ള സംവിധാനം ഉണ്ടാകുന്നു. ഇതെല്ലാം തന്നെ കുട്ടികളും ടീച്ചേഴ്സും അടങ്ങുന്ന ഒരു കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലായിരിക്കും. ഇതിൽ നിന്ന് എന്തെങ്കിലും ലാഭം ഉണ്ടായാൽ അത് ഈ കുട്ടികളുടെ തന്നെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പഠന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇപ്പോൾ ഇവർക്ക് ആ ടീമിന് സെലക്റ്റഡ് ടീമിന് ഇതിൽ മിക്കവാറും ക്വിസും അതുപോലെ തന്നെ ചില എക്സാമിനേഷൻസ് ഒക്കെ ഉണ്ടാവും. അവരുടെ ഭാഗത്തു നിന്നുള്ള ചില ഇവാലുവേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് സെലക്റ്റഡ് ടീമിന് പക്ഷേ മറ്റ് സ്റ്റേറ്റുകൾ സന്ദർശിക്കാനും അവിടുത്തെ ചില കൃഷി പദ്ധതികളെപ്പറ്റി മനസ്സിലാക്കാനും ഒക്കെ ഉള്ള അവസരം ഉണ്ടാകും. അപ്പോൾ നമുക്കാകെ വേണ്ടത് ഈ കിട്ടുന്ന ഇതിൻ്റെ ഫണ്ടിൻ്റെ ശേഷിക്കുന്നത് ഇത്തരം യാത്രകൾക്ക് വേണ്ടി ഉപയോഗിക്കാം. നമ്മൾ അവരുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചുമതല അവിടുത്തെ കൃഷി വകുപ്പ് തന്നെ ആയിരിക്കും ചെയ്യുന്നത്. ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റായിട്ട് കുട്ടികളെ അവിടെ കൊണ്ട് കാണിക്കുന്നതിനും അവരുടെ താമസവും ഒപ്പം തന്നെ അവരുടെ ഭക്ഷണവും എല്ലാ അറേഞ്ച്മെൻറ്റും അങ്ങനെ ചെയ്യുന്ന രീതിയിലേക്ക് വളരെ പ്രയോജനപ്പെടുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലഘട്ടത്തിൽ കൃഷി അന്യം നിന്ന് പോകുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ തനതായ കൃഷിയായിട്ടുള്ള കേരകൃഷിയെ സംബന്ധിച്ച് ശാസ്ത്രീയമായ ഒരു പഠനം അവരുടെ ക്യാമ്പസിൽ തന്നെ ലഭിക്കുന്നതിന് അതിൽ വളരെയധികം റിസർച്ച് നടത്തുന്ന സയൻറ്റിസ്റ്റുകൾ നേരിട്ട് തന്നെ അവർക്ക് അതിൻ്റെ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനും കുഞ്ഞുങ്ങൾക്ക് അതിനെ സ്വന്തം അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്നതിനും അതിൽ ഇടപഴകുന്നതിനും ഒക്കെ വളരെ നല്ലൊരു സൗകര്യമാണ് ഈ കേരനന്മ പദ്ധതി കേരനന്മ 2020 മൂലം ഉണ്ടാകുന്നത്. അതും ഈ കഴിഞ്ഞ ദിവസം അതിൻ്റെ ബോർഡ് അവർ ഇറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ പ്ലോട്ട് വൃത്തിയാക്കാൻ തുടങ്ങി. അതിൻ്റെ കോമ്പൗണ്ട് വാൾ പ്രത്യേകമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ആ പറയുന്ന 64 സെൻറ്റുള്ള ഒരു വസ്തുവാണ് നമ്മുടെ സ്കൂളിലോട്ട് കയറി വരുന്ന വഴിക്ക് ഹൈസ്കൂൾ ഗ്രൗണ്ടിലോട്ട് വരുന്ന അല്ലെങ്കിൽ സ്വകാര്യ ബസ് വാഹനങ്ങൾ കയറുന്ന ആ ഗേറ്റ് ബാക്ക് സൈഡിലുള്ള ഗേറ്റിനോട് ചേർന്ന് കിടക്കുന്ന 64 സെൻറ്റ് വസ്തുവാണ്. അതിന് ചുറ്റും മതിൽ കെട്ടിക്കൊണ്ടിരിക്കുന്നു. അതിലാണ് ഈ പറയപ്പെടുന്ന കേരനന്മ പദ്ധതി നടപ്പാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷന് നിങ്ങൾക്ക് ഈ പറയുമ്പോൾ വിഷ്വൽസിലൂടെ കാണാൻ പറ്റുന്നതായിരിക്കും. അടുത്തത് നമ്മുടെ നോർമൽ ക്ലാസ്സുകൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം സിലബസ് കഴിഞ്ഞ ക്ലാസ് മീറ്റിങ്ങിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. നമ്മളുടെ ഇയർ പ്ലാൻ അനുസരിച്ച് നടക്കാവുന്ന എല്ലാ രീതികളിലും കവർ ചെയ്താണ് അല്ലേ, ഒന്നിനും ബുദ്ധിമുട്ടൊന്നുമില്ല. ഒപ്പം തന്നെ റെമഡിയൽ ടീച്ചിങ് നമ്മൾ തുടങ്ങി. റെമഡിയൽ ടീച്ചിങ് എന്ന് പറയുമ്പോൾ കമ്പൽസറി അല്ല എന്നുള്ള കാര്യം രക്ഷകർത്താക്കൾ ഓർക്കുക. ചില പേരൻസൊക്കെ ഒരുപക്ഷെ ചെറിയ ക്ലാസ്സിലെ കുഞ്ഞുങ്ങളാകുമ്പം ഉച്ചയ്ക്ക് 2 ദിവസമേ ഉള്ളെങ്കിലും അരമണിക്കൂറാണെങ്കിലും ചിലർക്കൊക്കെ അപൂർവം ചിലർക്കൊക്കെ അതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി. പക്ഷേ അതൊരു കമ്പൽസറി ആയിട്ടുള്ള ക്ലാസ് അല്ല. എങ്കിലും അത് കേൾക്കുന്നതുകൊണ്ട് പ്രയോജനമാണ്. കാരണം ആ ആഴ്ചയിൽ പഠിച്ചിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ചൊരു ബ്രീഫിംഗ് ആണ്. എന്തെങ്കിലും കാര്യങ്ങൾ കുട്ടികൾക്ക് സംശയമുണ്ട് ചോദിക്കാനും 100% ഇൻട്രാക്റ്റീവാണ്. അന്ന് പുതിയതായിട്ട് അവരൊന്നും പഠിക്കുന്നില്ല. പഠിച്ച കാര്യങ്ങളെപ്പറ്റി ഒരു സ്വകാര്യമായ സംഭാഷണം പോലെ അവർക്ക് സ്വതന്ത്രമായി ടീച്ചേഴ്സിനോട് സംസാരിക്കാനൊരു അവസരം. തന്നെയുമല്ല ഈ കാര്യം ഈ ഉച്ച സമയം തന്നെ എടുക്കാനുള്ള കാരണം ഇതിപ്പം 10 മാസത്തിനടുത്ത് കുട്ടികൾക്കൊരു പാറ്റേൺ ചേഞ്ചായി. ഇനി ഇത് തിരിച്ചു വരണം. ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുക കിടന്നുറങ്ങുക എന്നൊക്കെയുള്ള ശീലങ്ങളിൽ നിന്ന് അവർ മാറിയേ പറ്റൂ. അപ്പോൾ 2 ദിവസമെങ്കിലും അവർക്ക് ഈ ഉച്ചയ്ക്കത്തെ ഉറക്കത്തിൽ നിന്നൊക്കെ ഒന്ന് മാറാനും ഒരു അരമണിക്കൂർ വീതമെങ്കിലും പഠന പ്രവർത്തനങ്ങളുമായിട്ടൊന്ന് ബന്ധപ്പെടാനും അതിലവർക്ക് അനായാസമായി ചേരുന്നതിനാണ് പാഠങ്ങൾ പഠിപ്പിക്കാതെ പുതിയതായി പഠിപ്പിക്കാതെ പഠിച്ച കാര്യങ്ങളുടെ സംശയങ്ങൾ നിവർത്തിക്കുന്നതിന് വേണ്ടിയും ടീച്ചേഴ്സിനോട് സംസാരിക്കുന്നതിനുമായിട്ട് മാത്രം ഈ 2 ക്ലാസ്സുകൾ 1 to 8 അങ്ങനെയല്ലേ ഉപയോഗിക്കുന്നത്.
1 to 8 ക്ലാസ്സസ്. ഇപ്പം നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും 10, 11, 12 ക്ലാസ്സുകൾക്ക് സ്റ്റേറ്റ് നിർദ്ദേശിച്ചിരിക്കുന്നത് 7 periods ആയിട്ട് മാറ്റാൻ പോകുന്നു. കഴിഞ്ഞ ദിവസത്തെ പേപ്പറിനകത്തുണ്ടായിരുന്നു 7 periods ആയിട്ട് പോർഷൻസ് തീരാനുണ്ട്. പക്ഷെ നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നടക്കുന്ന സമയം കൊണ്ട് തന്നെ പോർഷൻസ് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത സമയത്ത് തന്നെ തീരുകയും ചെയ്യും. എക്സാമിനേഷൻ ഒരുപക്ഷെ സാധാരണ നടക്കുന്ന ഫെബ്രുവരിയിലാണെങ്കിൽ ഇപ്പോൾ മെയ്യിലേക്ക് മാറ്റുമെന്നാണ് അനൗദ്യോഗികമായി അറിയുന്നത്. അപ്പം നമുക്ക് ജനുവരിയോടുകൂടി ഏകദേശം കുട്ടികൾക്ക് ഇവിടെ വന്ന് സംശയങ്ങൾ നിവർത്തിക്കാനും ഒപ്പം ചെറിയ രീതിയിലൊക്കെ ക്ലാസ്സുകൾ നടത്താനുള്ള സൗകര്യവും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെ വന്നാൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഏകദേശം 4 മാസം നമുക്ക് കുട്ടികളെ കിട്ടും. പഠിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്ന 4 മാസമാണ്. ജനുവരിയാണ് നമ്മൾ മോഡൽ എക്സാമിന് പ്ലാൻ ചെയ്തിരിക്കുന്നത് അല്ലേ? ജനുവരി 18-ാം തീയതി 18-നാണ് ജനുവരി 18-നാണ് മോഡൽ എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ ബൈ ഡിസംബർ ഈ പോർഷൻസ് എല്ലാം തീരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ പോർഷൻസ് തീർന്നതിന് ശേഷം മോഡൽ എക്സാമും റിവിഷൻസിനും വേണ്ടി തന്നെ നമുക്ക് 4 മാസം കിട്ടും. അപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സസിൻ്റെ പരിമിതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഫക്റ്റീവായിട്ട് റെക്ടിഫൈ ചെയ്യുന്നതിന് ഈ സമയം മതിയാവും, വിശേഷിച്ച് പബ്ലിക് എക്സാമിനേഷന് പോകുന്ന കുട്ടികൾക്ക്. സ്വാഭാവികമായും സിലബസിനകത്ത് ചില കുറവുകളൊക്കെ വരുത്തിയിട്ടുണ്ട് CBSE. അതോടൊപ്പം തന്നെ എക്സാമിനേഷനും അതിൻ്റേതായ ചില ചേഞ്ചസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഈ 2 കാരണങ്ങളാലും അടുത്ത് വരുന്ന ഈ പബ്ലിക് എക്സാമിനേഷൻ താരതമ്യേന പ്രയാസം കുറഞ്ഞതാകാനാണ് സാധ്യത. ഒപ്പം നമുക്ക് ഈ 4 മാസം കിട്ടുകയും കൂടെ ചെയ്താൽ തീർച്ചയായിട്ടും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും കുട്ടികൾക്ക് എക്സാമിനേഷനിൽ ഫേസ് ചെയ്യേണ്ടി വരില്ല. ഒപ്പം തന്നെ ഒരു 10% സ്റ്റുഡൻസ് നാച്ചുറലി ക്ലാസ്സിലാണെങ്കിലും അവരെ സ്പെഷ്യൽ അറ്റൻഷൻ ആവശ്യമുണ്ട്. അപ്പോൾ വീട്ടിൽ യഥേഷ്ടം പഠിക്കാവുന്ന സൗകര്യം വരുമ്പോൾ അവർ സ്വാഭാവികമായും അല്പം പഠനത്തിൽ പുറകോട്ട് പോകും. അപ്പോൾ അവർക്കൊരു സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കുന്നതിനും നമുക്ക് സമയം കിട്ടും. അവരോട് നമ്മൾ തീർച്ചയായിട്ടും ഇൻഡിവിജ്വലായിട്ട് കൈകാര്യം ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ കാണും. അത് എത്ര തന്നെ റെഗുലർ ടൈമിലായാൽ പോലും ഒരു ചെറിയ വിഭാഗം കുട്ടികൾക്ക് നമുക്ക് അത്തരം സപ്പോർട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനും ഈ 4 മാസം പൂർണ്ണമായിട്ടും നമുക്ക് പ്രയോജനപ്പെടുത്താം. അതുകൊണ്ട് പരീക്ഷാ സംബന്ധമായി, വിശേഷിച്ച് ബോർഡ് എക്സാം സംബന്ധമായി യാതൊരു തരം ആശങ്കയും രക്ഷകർത്താക്കൾക്ക് വേണ്ട. പിന്നിപ്പോൾ നമ്മുടെ ഇൻട്രാക്റ്റീവ് മീറ്റിംഗ് നടക്കുന്നത് ഓഡ് നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ് എന്ന ക്രമത്തിലാണ്. ഇപ്പം 1, 3, 5, 7, 9 വരെ കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് വീക്ക് അവർക്ക് ഇനി അടുത്തതുണ്ടാവുമോ അതോ ഇനി ജനുവരിയിലേ ഉണ്ടാവുള്ളൂ? ഓക്കെ. ഇപ്പോൾ ക്രിസ്മസിൻ്റെ സെലിബ്രേഷനും ഒക്കെ ആയതുകൊണ്ട് ഇത്തവണ ക്രിസ്മസ് നമുക്ക് സ്കൂളിൽ വെച്ച് വിപുലമായ രീതിയിൽ നടത്താൻ പറ്റാത്തത് കൊണ്ട് ഓൺലൈനായി ചെയ്യുന്നതിൻ്റെ മാക്സിമം ക്വാളിറ്റി കീപ്പ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ്. ഈ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ അതൊരു ഇയർ എൻഡിങ് പ്രോഗ്രാമാണ്. അപ്പോൾ ഒരു ന്യൂ ഇയർ പ്രോഗ്രാമോട് അതോടനുബന്ധമായി ചേരുകയാണ്. അപ്പോൾ ഒരു വർഷത്തെ നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും പുറകോട്ട് നോക്കേണ്ട ഒരു അവസരവും കൂടാണ്. അപ്പം വളരെ വിപുലമായ രീതിയിൽ തന്നെ നമുക്ക് ക്രിസ്മസോടനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനുള്ള സാധ്യത ഉണ്ട്. അതിപ്പം നേരിട്ടല്ല വെർച്വലായിട്ടാണെങ്കിൽ പോലും വളരെ നല്ല രീതിയിൽ അതിനുള്ള ഒരു തയ്യാറെടുപ്പ് സ്കൂൾ എടുക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ ഭാഗത്തു നിന്നും അവരെങ്ങനെയാണ് ഇതിൽ പങ്കെടുക്കേണ്ടതെന്നുള്ളതും ഒക്കെ സംബന്ധിച്ച് വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതിനും മോർ ദാൻ 100 സ്റ്റുഡൻസിൻ്റെ പാർട്ടിസിപ്പേഷൻ ആയിട്ടുണ്ട്. പിന്നെ ക്രിസ്മസ് പാട്ടിൻ്റെ കോമ്പറ്റീഷനും, പിന്നെ അതുകൂടാതെ തന്നെ വീഡിയോസ്, ഇതല്ലേ വീഡിയോ ആയിരുന്നു പിക്ചറായിരുന്നു വരുന്നവർക്ക് വീഡിയോസ്, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് തീരെ കുടികൾക്ക് ഫോട്ടോ, അതിൽ വെച്ച് ഹയർ ക്ലാസ് 1, 2 വീഡിയോസ് ആയിട്ട് കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. അത് ഇത്തവണ അവരുടെ ആ വീഡിയോസ് വരുമ്പോഴാണ് അതിൻ്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. അതിൻ്റെ അസസ്മെൻറ്റ് നടത്തി സെലക്റ്റഡ് ആയിരിക്കും നമ്മളത് ഈ പറയുന്ന ഒരു പ്രോഗ്രാമാക്കി. അതൊരു സെപ്പറേറ്റ് പ്രോഗ്രാമായിട്ടായിരിക്കും വരുന്നത്. ക്രിസ്മസിൻ്റെ പ്രോഗ്രാമിനോട് ചേർത്തല്ല, ഈ കുട്ടികളുടെ പ്രസൻറ്റേഷൻസ് മാത്രമായിട്ടൊരു ഇൻട്രൊഡക്ഷനോടുകൂടി കുട്ടികളുടെ മാത്രം പ്രോഗ്രാമായിട്ടൊരു എപ്പിസോഡ് ഉണ്ടാകും. അതേസമയം ക്രിസ്മസിൻ്റെ പ്രോഗ്രാം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയുടെ സപ്പോർട്ടോടുകൂടി ആ പ്രോഗ്രാം ഉണ്ടാകും. ശേഷം ആനുവൽ പ്രോഗ്രാം എന്ന രീതിയിൽ നമ്മളുടെ ന്യൂ ഇയർ പ്രോഗ്രാം അതും പ്രത്യേകമായിട്ടുണ്ടാകും. അപ്പം ഓഗ്മെൻറ്റഡ് ആയിട്ട് തന്നെ 2 പ്രോഗ്രാം ഈ ഇയർ എൻഡിൽ ഉണ്ടാകും. ഒന്ന് ക്രിസ്മസും ഒന്ന് ന്യൂ ഇയറും. ഒപ്പം തന്നെ കുഞ്ഞുങ്ങളുടെ പ്രസൻറ്റേഷൻ അവരവരുടെ വീട്ടിൽ വെച്ച് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റി, അത് പ്രത്യേക സ്പെസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് തന്നതിൻ്റെ ഒരു അസസ്മെൻറ്റ് നടത്തി സെലക്റ്റഡ് ആയിട്ടുള്ളതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് മറ്റൊന്നായിട്ട് അങ്ങനെ 3 പ്രസൻറ്റേഷൻസ് ഇപ്രാവശ്യം
ഈ ഇയർ എൻഡിങ് ടൈമിലുണ്ടാകും. ഒപ്പം തന്നെ സ്റ്റേജ് പ്രോഗ്രാം, ആ ദിവസത്തെ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ, ഒപ്പം തന്നെ അന്നത്തെ ദിവസം നടക്കുന്ന കോമ്പറ്റീഷൻ, ഇതെല്ലാം നടക്കുന്നുണ്ടാവും. പിന്നീട് യോഗയുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. വെക്കേഷൻ്റെ ക്ലാസ്, അതായത് നമുക്ക് വെക്കേഷന് പ്രോജക്റ്റ് വർക്കുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഏകദേശം 10 ദിവസത്തിൽ കൂടുതൽ ടൈം കിട്ടുന്നതാണ്. അതുകൊണ്ട് എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും ചെറിയ ക്ലാസ് മുതൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി അസൈൻമെൻ്റായിട്ട് കാണും. അത് രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കണം. ലോഡ് കൂടാതെ എല്ലാം പ്രത്യേകം സമയത്തായിട്ട് അവർക്ക് ചെയ്യാനുള്ള ഒരു ഡയറക്ഷൻ കൊടുക്കണം. ഇത് ഒരുമിച്ച് വെച്ചിരുന്നാൽ ലാസ്റ്റ് ഡേ എല്ലാം കൂടെ അവർക്ക് ഒക്കില്ല. ഏതാണ്ട് 12 ഡേയ്സിൻ്റെ ഒരു ഇൻ്റർവെലാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഗ്യാപ്പ് അവർ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ പഠനത്തിന് ആവശ്യമുള്ള സമയം അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടായിരിക്കണം ആഘോഷങ്ങൾക്ക് പോകേണ്ടത്. അപ്പോൾ ക്രിസ്മസും അനുബന്ധമായി 1-2 ദിവസം പോയാലും അതിന് മുന്നും ശേഷവുമായിട്ടുള്ള സമയങ്ങൾക്ക് നമുക്ക് ഈ പറയുന്ന പ്രോജക്റ്റ് വർക്കിന് വേണ്ടി അല്പസമയം കണ്ടെത്തുക. യാത്രകളോ മറ്റു പ്രവർത്തനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും ഈ പറയുന്ന അസൈൻമെൻറ്റ്സ്, പ്രധാനമായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളെ ഒന്ന് റീക്യാപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. അതിൽ സോഷ്യൽ സയൻസിൻ്റെ മാത്രമേ ഉള്ളൂ. പ്രോജക്റ്റ് ഹയർ ക്ലാസ്സിലേക്ക് 9-10 ഉണ്ട്. 9-10 ക്ലാസ്സുകൾക്ക് കമ്പൽസറി ആയിട്ടൊരു പ്രോജക്റ്റ് ആനുവലി ഉള്ളത് സോഷ്യൽ സയൻസിനാണ്. അത് നേരത്തെ കൊടുത്തിട്ടുണ്ട്, പോയിട്ടുണ്ട്. 1 മന്ത് ടൈം അതിന് കൊടുത്തിട്ടുണ്ട്. അതും പേരൻസ് അറിയണം. 1 മന്ത് ടൈമുണ്ട്. ഈ പ്രോജക്റ്റ് സബ്മിഷൻ ഡേറ്റ് വരുമ്പോഴല്ലാതെ ഒരു 1 മന്ത് എടുത്ത് ചെയ്യേണ്ട പ്രോജക്റ്റാണത്. അത് ഒരു കംപ്ലീറ്റ് പ്രോജക്റ്റ് അല്ലേ. സാധാരണ പ്രോജക്റ്റിൻ്റെ എല്ലാ സ്വഭാവത്തോടും കൂടി ഡാറ്റ കളക്ഷൻ തുടങ്ങി അതിൻ്റെ കൺക്ലൂഷൻ എത്തുന്ന രീതിയിൽ വളരെ വിപുലമായ രീതിയിൽ ശരിക്കും സമയമെടുത്ത് ചെയ്യേണ്ട പ്രോജക്റ്റാണത്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഒരു പക്ഷേ ടീച്ചർ ഒന്ന് പറയാമല്ലോ, എന്താ പ്രോജക്റ്റ്? Actually, both 9 and 10, major project is in social science. So among all the subjects, they'll have to complete this project, and the internal marks should be awarded from this project. And so as far as 9th standard is concerned, their topic is disaster management. So they'll have to collect data. So complete guidelines are given in the circular. Just parents also should go through that circular, how they have to do the project. All those things are mentioned there, and what are the steps to be taken, how many pages should be there, and what should be the introduction part. All these information are given there. Just go through the circular and help your children out there, because they'll have to collect the data and then they'll have to make a file. You can spiral bind it after completing, and they'll have to send the photograph also of each and everything in PDF format, so that we can also see whether they have done the project. So this is actually subject to inspection by the CBSE also. So for 10th standard, the topic, there is choice between 3 topics. That is consumer awareness is one topic, and social issues. Social issues is a major topic, and then sustainability of development. These are the 3 topics, and they can do the project in any one of them. So all the guidelines how they have to go about doing the project are mentioned in the circular. So this is a very important thing, and take it seriously. The children also should take, and that is the reason we have given you enough time to complete the project. And I hope all the children will be doing it in the way as it is mentioned in the circular. ഓക്കെ. അടുത്തത് നമ്മളുടെ സ്കൂളിൻ്റെ ക്രിസ്മസ് ആഘോഷം നടക്കുന്നത് 19th ആണ്. നമുക്ക് 17th വരെ ക്ലാസ് കാണത്തുള്ളൂ. തേഴ്സ്ഡേ വരെ ക്ലാസ് കാണുകയുള്ളൂ. ഫ്രൈഡേ ഒരു ദിവസം ടീച്ചേഴ്സിന് ഇതിൻ്റെ തയ്യാറെടുപ്പിന് വേണ്ടി വേണം. അതുകൊണ്ട് 17-ാം തീയതി 17th വരെയാണ് നെക്സ്റ്റ് വീക്കിൽ ക്ലാസ് ഉണ്ടായിരിക്കുന്നത്. ഫ്രൈഡേ മുതൽ അവധി സ്റ്റാർട്ട് ചെയ്യുകയാണ്. 19th സാറ്റർഡേ ആയിരിക്കും ക്രിസ്മസ് സെലിബ്രേഷൻ. അതിനുശേഷം സ്കൂൾ റീഓപ്പൺ ചെയ്യുന്നത് 28-നാണ്. മൺഡേ 28 ഡിസംബറിന് സ്കൂൾ റീഓപ്പൺ ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വെബിനാറിനകത്ത് അറിയിക്കുവാനുള്ളത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.